രാവിലെ 9:30 ആരംഭിച്ച സെക്രട്ടേറിയറ്റിൽ ഇതുവരെ ശിവൻകുട്ടി പങ്കെടുക്കാൻ എത്തിയിട്ടില്ല. നേരത്തെ എന്താണ് ഈ വി ജോയിയെ ജില്ലാ സെക്രട്ടറിയെ തുടരാൻ അനുവദിക്കുന്നതിനുള്ള എതിർപ്പ് മൂലമാണ് വിട്ടുനിൽക്കലെന്ന് പറയുന്നു. ശ്രീത് വിവരങ്ങൾ വെച്ചിരുന്നു. ശ്രീത്ത്, ഈ ജില്ലാ സെക്രട്ടറി ആക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തേ ഉണ്ടാവില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വി ശിവൻകുട്ടി കമ്മിറ്റിക്കകത്ത് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ശിവൻകുട്ടി ചേട്ടന് ചെറുതല്ലാത്ത രോഷമുണ്ട്. രാവിലെ 9:30 CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഫല അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കും പുതിയ ജില്ലാ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പുമാണ് പ്രധാനപ്പെട്ട അജണ്ട. ഇത് ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപ്പോൾ വി ശിവൻകുട്ടി പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. CPIM-ന്റെ സംസ്ഥാന സമിതി അംഗമായ വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ എല്ലാ സംഘടനാ യോഗങ്ങളിലും മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന നേതാവാണ്. മന്ത്രിയായിരുന്നപ്പോൾ പോലും ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറി നിൽക്കുന്ന പതിവ് വി ശിവൻകുട്ടിക്കില്ല. അങ്ങനെയുള്ള ഒരു രീതി പിന്തുടരുന്ന ശിവൻകുട്ടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇന്നലെ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ ഈ പ്രത്യേക യോഗം AK സെന്ററിൽ വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ വെച്ച് വി ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശത്തെ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ളവർ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം അതിന് വഴങ്ങിയില്ല. അതിനുള്ള അതൃപ്തിയും എതിർപ്പും മൂലമാണ് വി ശിവൻകുട്ടി ഈ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇനി പ്രവർത്തന രംഗത്തേക്കില്ല എന്ന കാര്യം ഇന്നലെ പിണറായിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വി ശിവൻകുട്ടി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിൽ ഇപ്പോൾ ഉള്ള ഒരു നിലപാടിന്റെ ഭാഗമായാണ് ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് വി ശിവൻകുട്ടി മാറി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രശ്നപരിഹാരം എങ്ങനെയാണ്? ഇപ്പോൾ എന്തായാലും ശിവൻകുട്ടി തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരും. അപ്പോൾ വി ജോയി ജില്ലാ സെക്രട്ടറിയെ തുടരും. അപ്പോൾ ശിവൻകുട്ടി ചേട്ടനെ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇനി എന്താണൊരു ഇപ്പം ഞാൻ പറഞ്ഞത് ജില്ലാ സെക്രട്ടറി ആവണമെന്ന് വി ശിവൻകുട്ടി ആവശ്യപ്പെടുന്നത് പ്രവർത്തിക്കാനൊരു ടെറൈൻ എന്ന നിലയ്ക്ക് കൂടിയാണല്ലോ. ശ്രീത്, ഹാഷ്മി, പ്രശ്നത്തിനുള്ള പരിഹാരമായി കണ്ടെത്താൻ ഇപ്പോൾ വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുന്നതിൽ പാർട്ടിയുടെ മാനദണ്ഡങ്ങളിൽ ഒരു ലംഘനമുണ്ട് എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ആളുകൾ മറ്റ് പാർലമെന്ററി പദവികളിലേക്ക് വന്നാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും മത്സരിച്ച ഏരിയ സെക്രട്ടറിമാരെ നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരെ മാറ്റിയിരുന്നു. അപ്പോൾ വി ജോയി ഇപ്പോൾ വർക്കലയിൽ നിന്ന് വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 2 പദവികൾ ഒരാൾക്ക് നൽകുന്നതിനെയാണ് കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും തുടങ്ങിയവർ എതിർക്കുന്നത്. അപ്പോൾ MLA ആയ വി ജോയിക്ക് ഇനി ജില്ലാ സെക്രട്ടറി പദം കൂടി നൽകുന്നതിനോടാണ് അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരരുത്, തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി മാനദണ്ഡം ലംഘിക്കുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി മറ്റേതെങ്കിലും ഒരു നേതാവിനെ നിശ്ചയിക്കാവുന്നതാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന യോഗമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതുകൊണ്ട് അനുനയത്തിലുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ അവർ തന്നെ അവരുടെ മുൻകൈയിൽ തന്നെ നടത്തിയേക്കും. ഓക്കെ, ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ MLA ആയ വി ജോയിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം തുടരാൻ മാനദണ്ഡം അനുവദിക്കുന്നില്ല. അത് കാരണം അനുവദിക്കരുതെന്നുള്ളതായിരുന്നു ശിവൻകുട്ടിയുടെ ആവശ്യം. താനാവണമെന്നുള്ളതല്ല, മാനദണ്ഡ ലംഘനം നടക്കരുത്, താനല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്കണം, പക്ഷേ മാനദണ്ഡ ലംഘനം അനുവദിക്കില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി ചേട്ടൻ വി ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ നടന്നില്ല. അപ്പോൾ അതിൽ പ്രതിഷേധം വി ശിവൻകുട്ടിക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.